സാറേ ഇനി അങ്ങോട്ട് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇന്ത്യ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു എസ്കലേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ് അല്ലെങ്കിൽ ഒരു വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് എന്നുള്ള രീതിയിൽ പോകാൻ വളരെ വളരെ സാധ്യതയില്ല. കാരണം ഇപ്പോൾ US ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ US US പറഞ്ഞത് ഇത് ഇന്ത്യ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇനി അങ്ങോട്ട് തമ്മിൽ നിങ്ങൾ മുമ്പോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഫ്രാൻസ് ആയാലും ജപ്പാൻ ആയിരുന്നാലും എല്ലാവരും പറയുന്നത് അതാണ്. ചൈനയാണെങ്കിൽ കുറേ കൂടെ അവരുടെ ഭാഗത്താണെങ്കിലും ഓപ്പണായിട്ട് പറയാതെ ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകണമെന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ പാകിസ്ഥാനും നമ്മുടെ അടുത്ത് ധൈര്യമായിട്ട് ഇനി ഒരു വാറിലേക്ക് പോകാനുള്ള ഒരു നടപടിയിലേക്ക് അവർ പോകുമെന്ന് ഞാൻ ഇന്നത്തെ ഒരു സ്റ്റേജിൽ ചിന്തിക്കുന്നില്ല. കാരണം ഇനിയൊരു ഇപ്പം ഏത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് വാറുണ്ടായാൽ തന്നെ ഇപ്പോഴത്തെ വാറൊക്കെ ഒന്നുകിൽ അത് വളരെ ചുരുക്കമായിട്ടുള്ള സമയത്ത് നിൽക്കണം, അതല്ലെങ്കിൽ അത് വീണ്ടും നീണ്ടു പോകുന്ന ഒരു രൂപത്തിലേക്ക് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ യുക്രൈനും USSR ഒക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നീണ്ടു പോയിരിക്കുന്നത്, വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീണ്ടുപോയിരിക്കുകയാണ്. അതൊന്നും പാകിസ്ഥാനോ ഇന്ത്യക്കോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയാണ്. അങ്ങനെയുള്ള വാറിലേക്കൊന്നും നമ്മൾ പോകാൻ പോകുന്നില്ല. പിന്നെ ചെറിയ വാറുണ്ടാകുമോ അല്ലെങ്കിൽ വളരെ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള പാകിസ്ഥാനിൽ 71 സംഭവിച്ച പോലെ 13 അങ്ങനെയും ഞാനത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അതിനിടയ്ക്ക് തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതിൽ ഇടപെടും. UN ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ട് നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് അവർ പറയുന്നതൊക്കെ കേട്ട് നിന്നേ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത തരത്തിലുള്ള അവർക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു രീതിയിൽ അവരെന്തെങ്കിലും ചെയ്യും. അവർക്ക് സാധിക്കാത്ത രീതിയിൽ തന്നെ ഞാൻ പറയാനുണ്ട്. പ്ലെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയുമായിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലൊന്നും അല്ല ഇപ്പോഴും. അവരുടെ എക്കോണമി നോക്കിയാലും വളരെ ലോ ആണ്. അവരുടെ അകത്തുള്ള പിന്നെ ബലൂചിസ്ഥാനിലും POKയിലും ഒക്കെ ഉള്ള സംഭവം അവിടുത്തെ ലോക്കൽ അവരുടെ പോപ്പുലേഷൻ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്കെതിരായിട്ട് സംസാരിക്കുകയാണ് അവർ. വളരെ ഭംഗിയായിട്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവർ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിൽക്കണ്ട എന്നൊരവസ്ഥയിൽ സംസാരിക്കുക. അങ്ങനെ ഒരു ലോക്കൽ സപ്പോർട്ടും അവർക്കില്ല എന്ന് വരുമ്പോൾ അപ്പോൾ അവരൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ചൈന ശരിക്കും ആരെയാണ് പിന്തുണയ്ക്കുന്നത്? അവരുടെ നിലപാടുകൾ എന്താണ്? ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ചൈനയാണ് നമ്മുടെ നമ്പർ 1 എനിമി എന്ന് പണ്ടേ നമ്മൾ പറയാറുള്ളതാണ്. പാകിസ്ഥാനാണ് നമ്മൾ കൂടുതൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ചൈനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എനിമി. കാരണം ഇന്ന് ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ള, ഏത് കാര്യത്തിലും അവർ വളരെ മുന്നോട്ട് നിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ അത് ഫോളോ ചെയ്ത് ഏതാണ്ട് ചൈനയുടെ അടുത്തെത്തി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മൂന്നാമത്തെ പിന്നെ ഒരു എക്കോണമി ആകുമെന്നൊക്കെ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ അവരെയൊക്കെ കിടപിടിച്ച് നിൽക്കാവുന്ന ഒരു രാഷ്ട്രമായി വളരുന്ന ഒരവസ്ഥയാണിപ്പോൾ. ആ അവസ്ഥ വരുന്നത് ചൈനയ്ക്ക് ഒരിക്കലും ഒരു താല്പര്യമുള്ള കാര്യമല്ല. അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയെ ഒരു ലോക്കൽ പവർ അല്ലെങ്കിൽ ഈ റീജിയനിൽ ഒരു വലിയ പവറായിട്ട് വളർത്തിയെടുക്കുന്നതിൽ ചൈനയാണ് ഏറ്റവും പ്രധാനമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചൈന അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ചൈന നമുക്കെതിരായിട്ട് നീങ്ങുമോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം വഴി ചൈന നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ഇന്ന് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെ കൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള ഒരു രീതിയാണ് ഇന്ന് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ചൈന തീർച്ചയായിട്ടും ചെയ്യും. ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ഇന്ത്യയെ എതിര് നിന്ന് തന്നെ സംസാരിക്കും. അവരിപ്പോൾ അരുണാചൽ പ്രദേശിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഈ പാകിസ്ഥാൻ വഴി JNKയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ബോർഡർ അവരുടെയാണെന്ന് പറയുക, അല്ലെങ്കിൽ അതിനകത്തോട്ട് അവരുടെ ആണെന്ന് പറയുക, അങ്ങനെ ക്ലെയിം ചെയ്യുക, ഇന്ത്യയെ എൻഗേജ് ചെയ്ത് നിർത്തുക, മാനസികമായിട്ട് തളർത്തുകയോ അല്ലെങ്കിൽ തളർത്താൻ ശ്രമിക്കുകയോ, അവർ ചൈന നമ്മുടെ ഏത് സമയം വന്ന് കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് വരുത്തുകയോ, നമ്മളൊരു എൻഗേജ്ഡ് ആക്കി വയ്ക്കുന്ന, നമ്മൾ ഓക്യുപ്പേഷനിലാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് ചൈന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റു രാജ്യങ്ങൾ വഴി ചെയ്യുന്നു. ഡയറക്റ്റ് ചൈന ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രകോപനം നമ്മൾ ഉണ്ടാക്കത്തിടത്തോളം കാലം ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ആക്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാകിസ്ഥാന് ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാന് ഹെൽപ്പ് ചെയ്തിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവരിപ്പോഴും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇപ്പം ഈ ഫ്ലീറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സീ അപ്രോച്ചൊക്കെ നോക്കിയാൽ ചൈനക്കാർ നമ്മുടെ ശ്രീലങ്കൻ സീ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയകളുമൊക്കെ അവരുടെയൊക്കെ പിന്നെ അവരുടെ നേവൽ ബേസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നേവൽ ഷിപ്പുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അവർ പുതിയ പുതിയ ബേസസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റു പലരുടെയും പിന്നെ ഇഷ്ടത്തോടു കൂടി ശ്രീലങ്കയുടെ മാൾഡീവ്സിൻ്റെ ഒക്കെ ഇഷ്ടത്തോടു കൂടി അവരുടെ സഹായത്തോടു കൂടിയൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ട്രേഡിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ തന്നെയും ട്രേഡിനേക്കാൾ ഉപരി ഇതൊരു ഡിഫെൻസീവ് അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ആക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ലോഞ്ച് പാഡായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനും കൂടെ അവർ പ്ലാൻ ഇടുന്നുണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കാം അവരുടെ വേറൊരു മനസ്സിലുള്ള ചിന്താഗതി. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചൈന ഒരു ത്രെട്ട് എന്നുമാണ്, പണ്ടുമായിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ അവരുടെ ത്രെട്ടായിട്ട് തന്നെ കാണണം. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ചൈനയാണ് ഇന്ത്യക്ക് ഉള്ള ഒരു എനിമി എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ആ രീതിയിൽ തന്നെയാണെന്ന് ചിന്തിക്കുന്നത്. കാരണം ജോർജ് ഫെർണാണ്ടസൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് ഈ പാകിസ്ഥാൻ, ഈവൻ AK ആൻ്റണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഒരു ത്രെട്ടെന്ന് പറയുന്നത്, എനിമി എന്ന് പറയുന്നത് ചൈനയായിരിക്കും. അവരെല്ലാം നമുക്കറിയാമെന്നുള്ള കാര്യം. അപ്പോൾ ചൈന അങ്ങനെയൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് ഒരു ഫൈറ്റിലേക്ക് വരും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർക്കും ഒരു ലോകരാഷ്ട്രങ്ങളുടെ കൂടെ നിലനിൽപ്പുണ്ട്. ആ ഒരു ഡിപ്ലോമസിയിൽ അവർ അങ്ങനെ ചെയ്യാൻ മുതിരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ഡിസ്റ്റർബൻസ്, ഒരു എന്താ പറയുന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. മറ്റുള്ള രാഷ്ട്രങ്ങൾ വഴിയും നമ്മുടെ നൈബേഴ്സ് വഴിയൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും.